ണ്ട്. സലഫിയത്ത് എന്താണ്? അത് വേഷഭൂഷാദികളിലുള്ള വ്യത്യാസം മാത്രമല്ല. വേഷഭൂഷാദികളുടെ വ്യത്യാസവും സലഫിയത്തിന്റെ ഭാഗം തന്നെയാണ്, സംശയമൊന്നുമില്ല. പക്ഷെ അടിസ്ഥാനപരമായി അത് ഒരു രീതിശാസ്ത്രത്തിന്റെ പേരാണ്. അതെന്താണ്? പടച്ച തമ്പുരാനിൽ നിന്നുള്ള വെളിപാട്, അത് പരിശുദ്ധ ഖുർആൻ. ആ വെളിപാടിനെ പ്രയോഗവൽക്കരിച്ചുകൊണ്ട് ലോകത്തെ കാണിച്ചു കൊടുത്ത വ്യക്തി മുഹമ്മദ് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ. ഇത് രണ്ടിന്റെയും സ്രോതസ് അഥവാ ഖുർആനിന്റെയും സുന്നത്തിന്റെയും സ്രോതസ് പടച്ച തമ്പുരാന്റെ അടുത്ത് നിന്നുള്ളതാണ്, അള്ളാഹുവിൽ നിന്നുള്ളതാണ് എന്നുള്ളതാണ് വസ്തുത. ഖുർആൻ പടച്ചവന്റെ വചനമാണ്. റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ സുന്നത്ത് പടച്ചവന്റെ വചനപ്രകാരമുള്ള, പടച്ചവന്റെ ബോധനപ്രകാരമുള്ള പ്രവാചകന്റെ ജീവിതവും സംസാരവും അതേപോലെ തന്നെ അനുവാദവുമാണ്. ഈ രണ്ട് അടിസ്ഥാന പ്രമാണങ്ങളെ അവതരിപ്പിക്കപ്പെട്ടത് സ്വഹാബി സഞ്ചയത്തിന്റെ മുന്നിലാണ്. പ്രവാചകനിൽ നിന്ന് ദീൻ പഠിച്ചവർ, അവരെ കുറിച്ച് അള്ളാഹു തന്നെ സർട്ടിഫൈ ചെയ്തു, റളിയല്ലാഹു അൻഹും വറളു അൻഹു. അവർ അള്ളാഹുവിന്റെ തൃപ്തി ലഭിച്ചവരാണ്. അള്ളാഹുവിൽ അവരും തൃപ്തിപ്പെട്ടവരാണ്. ഇങ്ങനെ അള്ളാഹുവിനാൽ സർട്ടിഫൈ ചെയ്യപ്പെട്ട സഹാബിമാരിൽ നിന്ന് മതം പഠിച്ച താബികളിൽ നിന്ന് മതം പഠിച്ച താബിഉകൾ, അഥവാ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ പ്രത്യേകമായി പേരെടുത്ത് പറഞ്ഞ 3 തലമുറകൾ. ഖൈറുന്നാസി ഖർനി എന്ന് പറഞ്ഞുകൊണ്ട് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞ സുമ്മല്ലദീന യലൂനഹും സുമ്മല്ലദീന യലൂനഹും, ഏറ്റവും നല്ല ജനങ്ങൾ എൻ്റെ തലമുറയിൽപ്പെട്ടവരാണ്. ശേഷം അതിനുശേഷമുള്ളവർ, ശേഷം അതിനുശേഷമുള്ളവർ. അപ്പോൾ പ്രവാചകനാൽ ഏറ്റവും നല്ലവർ എന്ന് വിശേഷിപ്പിക്കപ്പെട്ട 3 തലമുറ പരിശുദ്ധ ഖുർആനെയും തിരുസുന്നത്തിനെയും എങ്ങനെ മനസ്സിലാക്കിയോ അങ്ങനെ തന്നെ മനസ്സിലാക്കുകയും അങ്ങനെ തന്നെ അനുഷ്ഠിക്കുകയും അങ്ങനെ തന്നെ അനുധാവനം ചെയ്യുകയും അങ്ങനെ തന്നെ വ്യാഖ്യാനിക്കുകയും ചെയ്യുകയാണ് അഹ്ലുസുന്നത്ത് വൽ ജമാഅയുടെ രീതി. ആ അഹ്ലുസുന്നത്ത് വൽ ജമാഅ പിന്നീട് വിഭാഗങ്ങളായി പിരിഞ്ഞപ്പോൾ, വീണ്ടും മറ്റു ചില കാരണങ്ങളാൽ വിഭാഗങ്ങൾ ആയി പിരിഞ്ഞപ്പോൾ ആണ് സലഫുകളുടെ അഥവാ മുൻഗാമികളുടെ മാർഗം സ്വീകരിക്കുന്നവർ എന്ന അർത്ഥത്തിൽ സലഫികൾ എന്ന് പേര് വിളിക്കാൻ തുടങ്ങിയത്. അപ്പോ സലഫികളുടേത് എന്ന് പറഞ്ഞാൽ ഒരു പാർട്ടിയിലെ ഒരു മെമ്പർഷിപ്പ് അല്ല, ഒരു വ്യക്തിയുടെ ഹാവഭാവാദികളിൽ നിന്ന് അറിയുന്നതുമല്ല, ഏതെങ്കിലും ഒരു പ്രത്യേക അമീറിന്റെ സദസ്സിലിരിക്കുന്നു എന്നതുകൊണ്ട് ഒരാൾ സലഫി ആയിക്കൊള്ളണമെന്നില്ല. ഒരു ആലിമിന്റെ ആലിമിന്റെ സദസ്സിലിരിക്കുന്നവനെല്ലാം സലഫി ആയിക്കൊള്ളണമെന്നില്ല. അതെന്താണ്? അയാളുടെ നിലപാടുകളാണ് അയാളുടെ സലഫിയത്ത് വ്യക്തമാക്കുന്നതിനർത്ഥം. ഖുർആനിനെയും തിരുസുന്നത്തിനെയും ഈ 3 തലമുറകൾ മനസ്സിലാക്കിയതുപോലെ മനസ്സിലാക്കുന്ന ഇയാളാണ് സലഫ്.